Hey all, welcome to Rise Up Daily Answer Writing Club. ഇന്ന് നമ്മുടെ ഡേ 20 ആണ്. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ആൻഷ്യൻ ആൻഡ് മീഡിയവൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ. ഡു യു തിങ്ക് സം ഓഫ് ദ ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യന് എല്ലാവരുടെ അടുത്തും വെൽ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് കണ്ടൻറ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഹൗ വി പ്രസൻറ്റ് ദ ആൻസർ മേക്സ് അവർ ആൻസർ ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് അപ്പീലിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എത്ര പാർട്ട് ഉണ്ട്? ക്വസ്റ്റ്യന് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ? ഡു യു തിങ്ക് സം ഓഫ് ദ ഫീച്ചേഴ്സ് സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്, പ്ലസ് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് വേദിക് റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രോ എങ്ങനെയൊക്കെ കൊടുക്കാൻ നോക്കാം. വേദിക് പീരീഡ് ലേഡ്സ് ഇന്ത്യ സോഷ്യോ റിലീജിയസ് ഫൗണ്ടേഷൻ ഫീച്ചറിംഗ് ട്രൈബൽ ക്ലാൻ, ഫയർ സാക്രിഫൈസസ് ആൻഡ് ഏർലി ഹിന്ദുയിസം. Many traditions like rituals and caste influences persist in Indian society. ഫസ്റ്റ് ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ബേസിക് ടൈം ഫ്രെയിം പറഞ്ഞിട്ടുള്ളൊരു ടൈം ലൈൻ പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രോ ആണ്. എപ്പോഴാണ് ഇത് എന്ന് പറയുന്നൊരു ഇൻട്രോ. ആൻഡ് ദിസ് ഈസ് എ സേഫ് ഇൻട്രോ. അത് നമ്മുടെ പുതിയ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൊരു ഇൻട്രോ ആണ്. Other intro is like Vedic society with its hymns, rituals and varna system shaped ancient India. Remarkably, elements like karma, prayers and social hierarchies still influence contemporary Indian life, showcasing cultural endurance. Okay, അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രോയും കൊടുക്കാം. ഇൻട്രോ കഴിഞ്ഞിട്ട് what we have to do is that we have to show നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റീജിയൺ ഒരു ഇന്ത്യയുടെ മാപ്പിൽ ഏർലി വേദിക്കും ലേറ്റർ വേദിക്കുമായിട്ട് തന്നെ കാണിക്കാം. അല്ലെങ്കിൽ വേദിക് പീരീഡ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഗർ കാണിച്ചാലും മതി. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ കാണിക്കാം. ദെൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി? ഓക്കെ, അപ്പോൾ വേദിക് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സാണ്. സോ ഫസ്റ്റ് വൺ നമുക്കിതിനെങ്ങനെ എഴുതാം? എലമെൻറ്റ്സ്, how it was in early Vedic, how it was in later Vedic. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൗ വി പ്രസൻറ്റ് ആൻഡ് ഹൗ വി സ്ട്രക്ചർ ദ ആൻസർ. സോ ആ ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ ഏർലി വേദിക്കും ലേറ്റർ വേദിക്കുമായിട്ട് സ്ട്രക്ചർ ചെയ്യുന്നതായിരിക്കും, ഒരു ടേബിൾ ആക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആണ് സോഷ്യൽ സ്ട്രക്ചർ. ട്രൈബൽസ് ആൻഡ് ക്ലാൻ ബേസ്ഡ് സൊസൈറ്റി ആയിരുന്നു. സൊസൈറ്റി വാസ് relatively egalitarian with kinship ties dominating social relations. Family was the basic unit. Egalitarian ആയിരുന്നു, കിൻഷിപ്പ് ടൈസ് ഡോമിനേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അത് ലേറ്റർ വേദിക്കിലാവുന്നപ്പോൾ എന്താ സംഭവിച്ചേ? ട്രാൻസിഷൻ ടു ടെറിട്ടോറിയൽ കിങ്ഡമായി. സൊസൈറ്റി ബിക്കം മോർ ഹൈറാർക്കിയൽ വിത്ത് റൈസ് ഓഫ് മൊണാർക്കി, കോംപ്ലക്സ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഏർലി വേദിക് സൊസൈറ്റി ആണെങ്കിൽ ഇഗാലിറ്റേറിയൻ ആയിരുന്നു, മറ്റേത് കുറച്ചും കൂടെ മൊണാർക്കിയൽ സ്ട്രക്ചർ ആയിരുന്നു. ദെൻ വർണ്ണ സിസ്റ്റം. ഏർലി വേദിക്കിൽ എന്തായിരുന്നു? ഫ്ലൂയിഡ് ആൻഡ് ഒക്യുപ്പേഷണൽ ആയിരുന്നു വർണ്ണാസ്. ലൈക്ക് ക്ഷത്രിയാസ് എന്തായിരുന്നു? വേരിയസ് ആയിരുന്നു. ബ്രാഹ്മിണാസ് വർ പ്രീസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഫ്ലെക്സിബിൾ. ലേറ്റർ വേദിലേക്ക് വന്നപ്പോൾ ഇറ്റ് ബിക്കെയിം ബർത്ത് ബേസ്ഡ്. ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് ഇവരൊക്കെ എന്താണ്? ബർത്ത് വൈസ് ആയിരുന്നു. ആൻഡ് ഇൻ ദ ലേറ്റർ വേദിക് സ്റ്റേജ് അൺടച്ചബിലിറ്റി എമർജ്ഡ്. ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം വാസ് ട്രൈബൽ ഡെമോക്രസി ഇൻ ഏർലി വേദിക് സിസ്റ്റം ലെഡ് ടു പവർഫുൾ മൊണാർക്കി ഇൻ ലേറ്റർ വേദിക്. രാജനായിരുന്നു ഏർലി വേദിക്കിൽ ചീഫ് ഇലക്റ്റഡ് ബൈ ട്രൈബൽ അസംബ്ലി, സഭാസമിതി സെലക്ട് ചെയ്തിരുന്നായിരുന്നു. ഹെറിഡിറ്ററി ക്വീൻഷിപ്പ് ആയിരുന്നു വെൻ ഇറ്റ് കംസ് ടു ലേറ്റർ വേദിക്. ഓക്കെ, ലിമിറ്റഡ് റോയൽ പവേഴ്സ് ആയിരുന്നു. കൗൺസിൽ പ്ലേഡ്, സഭ ആൻഡ് സമിതി പ്ലേഡ് മേജർ റോൾ. വെൻ ഇറ്റ് കംസ് ടു ലേറ്റർ വേദിക്, രാജ ബിക്കേം മോർ പവർഫുൾ ആൻഡ് ഡിക്ലൈൻ ഓഫ് ട്രൈബൽ അസംബ്ലി, മൊണാർക്കി ബിക്കേം മോർ ഡോമിനൻറ്റ് കമ്പയർഡ് ടു ദ ഏർലി വേദിക്. Then economy was pastoral economy. Cattle was the primary wealth. Okay, and limited agriculture. When it comes to a later Vedic, agrarian expansion ആയിരുന്നു. iron fluff increase ചെയ്തു, റൈസ് കൾട്ടിവേഷൻ സ്പ്രെഡ് ചെയ്തു, ലാൻഡ് ഓണർഷിപ്പ് ഗെയിൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, മറ്റടുത്ത്
മറ്റേ കാറ്റിൽ ഓണർഷിപ്പ് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. വെൻ ഇറ്റ് കംസ് ടു ലേറ്റർ വേദിക് ലാൻഡ് ഓണർഷിപ്പ് വന്നു. ദെൻ ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, ലിമിറ്റഡ് ക്രാഫ്റ്റ് ആയിരുന്നു, കോയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വെൻ ഇറ്റ് കംസ് ടു ലേറ്റർ വേദിക് ഗ്രോത്ത് ഓഫ് ട്രേഡ്, നിഷ്ക കോയിൻസ്, ഗോൾഡ് കോയിൻസ്, സ്പെഷ്യലൈസ്ഡ് ആർട്ടിസൻസ് ഉണ്ടായിരുന്നു. ട്രേഡ് വിത്ത് ഡിസ്റ്റൻറ്റ് റീജിയൻസ് ഓൾസോ പ്രൊമോട്ടഡ്. വെൻ ഇറ്റ് കംസ് ടു ലിറ്ററേച്ചർ, ഋഗ്വേദ ആയിരുന്നു മെയിൻ ലിറ്ററേച്ചർ, ഓറൽ ട്രഡീഷൻ ആയിരുന്നു, നോ റൈറ്റിങ്സ്. ബട്ട് എക്സ്പാൻഡഡ് വേദാസ് വന്നു, യജുർവേദ, സാമവേദ, അഥർവവേദയൊക്കെ വന്നു. എവിടെ? ലേറ്റർ വേദിക്. ആൻഡ് അതിൻ്റെ താഴേക്ക് ഏതൊക്കെ വന്നു? ആരണ്യകാസും ഉപനിഷത്സും വന്നു. ദെൻ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഹൈ സ്റ്റാറ്റസ് ആയിരുന്നു എവിടെ? ഏർലി വേദിക്കിൽ. എങ്ങനെ? ലോപമുദ്ര, ഘോഷ പോലെയുള്ളവർ ഹൈമൻസ് ഒക്കെ കമ്പോസ് ചെയ്തിരുന്നു. നോ ചൈൽഡ് മാരേജ് ആൻഡ് വുമൺ അറ്റൻഡഡ് അസംബ്ലീസ്. ഇവിടെ അവരുടെ സ്റ്റാറ്റസ്, ലേറ്റർ വേദിക്കിൽ അവരുടെ സ്റ്റാറ്റസ് ഡിക്ലൈൻ ചെയ്തു. അവർ എഡ്യൂക്കേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തു. സതി ആൻഡ് ചൈൽഡ് മാരേജ് എമേർജ് ചെയ്തു. ആൻഡ് പാട്രിയാർക്കിക്കൽ നോംസ് സ്ട്രെങ്തൻ ചെയ്തു. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ വാസ് ഓറൽ ഗുരുകുൽ സിസ്റ്റം. ലേറ്റർ വേദിക്കിൽ പ്രീസ്ലി എഡ്യൂക്കേഷനാണ്, ബ്രാഹ്മിൻ ഡോമിനൻസ് ഇൻ ലേണിംഗ്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്പോൾ റീകോൾ ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യുക? കൊടുക്കുക. ദെൻ റിലീജിയസ് ഫീച്ചേഴ്സ്. പ്രൈമറി ഡൈറ്റീസ് were natural based gods in early Vedic. ലേറ്റർ വേദിക്കിൽ ഷിഫ്റ്റ് ഇൻ പ്രോമിനൻസ്. ലേറ്റർ വേദിക്കിൽ എന്തായിരുന്നു? നാച്ചുറൽ ബേസ്ഡ് ആയിരുന്നില്ല, പ്രജാപതി ഇമ്പോർട്ടൻ്റ് ആയി. ആൻഡ് രുദ്ര, വിഷ്ണു ഒക്കെ എമേർജ് ചെയ്തു. നേച്ചർ ഏർലി വേദിക്കിൽ നേച്ചർ വർഷിപ്പ് ആയിട്ടുള്ള ഇന്ദ്ര, അഗ്നി, വരുണ, സോമ were the മെയിൻ ഡൈറ്റീസ്. ഓക്കെ. ദെൻ വർഷിപ്പ് പ്രാക്ടീസസ്. സിമ്പിൾ ഹൗസ് ഹോൾഡ് റിച്വൽസ് ആയിരുന്നു. ഹൈമൻസ് റിസൈറ്റഡ് അറ്റ് ഹോം. ഫയർ സാക്രിഫൈസസ് ഫോർ പേഴ്സണൽ ബെനിഫിറ്റ്. വർഷിപ്പ് പ്രാക്ടീസസ് കോംപ്ലക്സ് ടെമ്പിൾ റിച്വൽസ് ആയിരുന്നു. എലാബറേറ്റ് പബ്ലിക് സാക്രിഫൈസസ്. പ്രീസ്റ്റ് ഡോമിനൻറ്റ് സെറിമണീസ്, റോയൽ സാക്രിഫൈസസും ഉണ്ടായിരുന്നു. ദെൻ സീക്രട്ട് ടെസ്റ്റ് ഋഗ്വേദ ആയിരുന്നു. മറ്റിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സീക്രട്ട് ടെസ്റ്റ് ഏതായിരുന്നു? ബാക്കി ഋഗ്വേദ ഉണ്ടായിരുന്നു. ബട്ട് ദേവർ അതർ വേദാസ് ലൈക്ക് സമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. കൺസെപ്റ്റ് ഓഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞത് സിമ്പിൾ ഹെവൻ ആയിരുന്നു, സ്വർഗയായിരുന്നു. വേരിയസ് വെൻ ടു ഇന്ദ്രാസ് പാരഡൈസ്. നോ എലാബറേറ്റ് റീബർത്ത് തിയറി. ഇവിടെ എന്തുണ്ട്? ലേറ്റർ വേദിയിലേക്ക് പറയുമ്പോൾ കർമ്മ ആൻഡ് റീബർത്ത് കൺസെപ്റ്റ് ഒക്കെ വന്നു. മോക്ഷ, ലിബറേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. ആത്മാ ആൻഡ് ബ്രഹ്മൻ യൂണിറ്റിനെ കുറിച്ചും പറയാൻ തുടങ്ങി. ദെൻ സാക്രിഫൈഷ്യൽ പ്രാക്ടീസസ് സിമ്പിൾ ഓഫറിംഗ് ആയിരുന്നു. മിൽക്ക്, ഗീ, സോമ ജ്യൂസ് എല്ലാം ആയിരുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ലേറ്റർ വേദിക് ലാർജ് സ്കെയിൽ സാക്രിഫൈസസ് വന്നു. സോഷ്യൽ സ്റ്റാറ്റസ്, ഈ റിലീജിയസ് സാക്രിഫൈസിലൂടെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അശ്വമേധയാഗ, രജസൂയയാഗ, ഇതൊക്കെ നമ്മുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഒരു ഇതായിപ്പോയി. അപ്പം ഇങ്ങനെയുള്ള കുറേ ഡിഫറൻസസ് ലേറ്റർ വേദിക്കിലും ഏർലി വേദിക്കിലും സൊസൈറ്റിയിലും റിലീജിയനിലും വന്നിട്ടുണ്ട്. സോ ആദ്യം എന്ത് ചെയ്യുക? ഇൻട്രോ കൊടുക്കുക, ഒരു മാപ്പ് കൊടുക്കുക, എന്നിട്ട് സൊസൈറ്റി ലേറ്റർ വേദിക്, ഏർലി വേദിക്, ദെൻ റിലീജിയൻ, ലേറ്റർ വേദിക്, ഏർലി വേദിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആൻസറിന് കുറച്ചും കൂടെ ഒരു അപ്പീലിംഗ് വിസിബിലിറ്റി കിട്ടും. ഓക്കെ. ദെൻ പ്രിവെയിലിംഗ് ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ഇൻ മോഡേൺ ഇന്ത്യ. ഫസ്റ്റ് വൺ ഇസ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലീഗലി അബോളിഷ്, ഹൈറാർക്കിയൽ വർണ്ണ സിസ്റ്റം സ്റ്റിൽ ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ലൈക്ക് മാരേജസ്, ഒക്യുപ്പേഷണൽ ചോയ്സസ്, എസ്പെഷ്യലി ഇൻ റൂറൽ ഇന്ത്യ. ജാതി ഐഡൻറ്റിറ്റീസ് റിമെയിൻ സ്ട്രോങ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ട്രഡീഷൻ, കാസ്റ്റ് ബേസ്ഡ് ജോബ്സ് ആൻഡ് പ്രീസ്റ്റ്. ഓക്കെ. ലൈക്ക് നായി, ബാർബർ, ലോഹാർ, ബ്ലാക്ക് സ്മിത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റീസ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ദെൻ റിലീജിയസ് റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ്. യജ്ഞാസ് ഇപ്പോഴും പ്രൊഫൗണ്ടാണ് ഡ്യൂറിങ് വെഡ്ഡിങ്, ടെമ്പിൾ സെറമണീസ്. മന്ത്രാസ്, ഗായത്രി മന്ത്രമൊക്കെ ഇപ്പോഴും എന്താണ്? റിസൈറ്റഡ് ഇൻ ഡെയിലി ബൈ മെനി ഹിന്ദുസ്. കൺസെപ്റ്റ് ഓഫ് ധർമ്മ ആൻഡ് കർമ്മ. Vedic idea of duty shapes moral, ethical values and personal and professional life. Belief in karma remains deeply ingrained in the Indian thought. Then Upanishadic philosophies under teaching of Brahman, universal soul, Atman, individual soul and moksha, liberation ഒക്കെ ഇപ്പോഴും എന്താണ്? ഹിന്ദുയിസത്തിൻ്റെ ഒരു കോർ കൺസെപ്റ്റാണ്. യോഗ ആൻഡ് മെഡിറ്റേഷൻ ഒക്കെ ഇതിനുള്ള ഒരു പാത്താണെന്നാണ് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. ദെൻ വേദിക് ഫെസ്റ്റിവൽ ആൻഡ് ട്രഡീഷൻ. ദിവാലി, മകർ സംക്രാന്തി ഒക്കെ എന്താണ്? ഏർലി വേദിക് സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ബിലീഫ് സിസ്റ്റത്താണ്. സേക്രഡ് ക്രൗ റെഫറൻസസ് ഇൻഫ്ലുവൻസ് ഋഗ്വേദിക് വ്യൂ ഓഫ് കാറ്റിൽ ആസ് വെൽത്ത്. ദെൻ ഗുരുകുൽ ആൻഡ് ഓറൽ ലേണിംഗ്.
Modern Vedic schools, Pathshalas preserve ancient oral teaching methods. Sanskrit, though not widely spoken, remained a liturgical language in rituals. Influence on law and governance. Manusmriti, a later Vedic text, historically shaped Hindu personal laws. Example, Panchayati system has roots in ട്രൈബൽ അസംബ്ലീസ്. സഭാ സമിതി പോലെയുള്ള ട്രൈബൽ അസംബ്ലീസിൻ്റെ ഒരു മോഡേൺ ഫോമാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം. പിന്നെ ആയുർവേദ ആൻഡ് ഹോളിസ്റ്റിക് ഹീലിംഗ്. അഥർവവേദ ലേഡ് ഫൗണ്ടേഷൻ ഫോർ ആയുർവേദ സ്റ്റിൽ പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ. ഹെർബൽ റെമഡീസ് ആൻഡ് നാച്ചുറൽ ഹീലിംഗ് കൺസെപ്റ്റ്സ് ഫ്രം വേദിക് ടൈംസ് റിമെയിൻസ് പോപ്പുലർ. ദെൻ സിംബോളിസം, സ്വാസ്തിക, ഓം ഒക്കെ ഇപ്പോഴും നമ്മുടെ ടെമ്പിൾസിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ വാസ്തുശാസ്ത്രമൊക്കെ ഇപ്പോഴും ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദെൻ കണ്ടിന്യൂറ്റി ഇൻ സോഷ്യൽ കസ്റ്റംസ്. ഉപനയന ഓഫ് ബ്രാഹ്മിൻ ബോയ്സ് കണ്ടിന്യൂസ്. ആൻസിസ്ട്രൽ വർഷൂസ്, ശ്രദ്ധ റിച്വൽസ് ആർ പ്രാക്ടീസ് റിഫ്ലക്റ്റിംഗ് വേദിക് ട്രീച്ച്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പോയിന്റ്സ് എടുക്കാം. സിൻസ് ദ ക്വസ്റ്റ്യൻ ഈസ് ആൻ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഡു യു തിങ്ക് സം ഓഫ് ദ ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? സോ നമ്മൾ എന്ത് ചെയ്യുക, മറ്റ് പ്രിവെയിലിംഗ് ചെയ്യുന്നു എന്നും പറയണം, ബട്ട് അതിന് കുറേ ബൈ ടൈം അതിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് പറയണം. സോ വാട്ട് ആർ ദ ചേഞ്ചസും കൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രിവെയിലിംഗ് ആണെന്ന് പറഞ്ഞു. ദെൻ ലോസ് വേദിക് വാല്യൂസ് ഇൻ മോഡേൺ ഇന്ത്യ. സോഷ്യൽ ഇക്വാലിറ്റി. വേർ വേദിക് കൾച്ചർ സെലിബ്രേറ്റഡ് മെറിറ്റ് ബേസ്ഡ് റോൾ വിശ്വാമിത്ര, മോഡേൺ ഇന്ത്യ റിമെയിൻസ് ബോണ്ട് വിത്ത് ബർത്ത് ബേസ്ഡ് കാസ്റ്റ് ഹയറാർക്കീസ്. നേച്ചർ വർഷിപ്പ്. Vedic tradition rivers and trees are sacred, while modern India faces their exploitation through pollution and deforestation. Then intellectual debate. Vedic India celebrated intellectual debates like Gargi's philosophical challenge, while modern Hinduism often reduced spirituality to blind ritualism. Then gender balance. Vedic India reversed women scholars like Maitreyi, while modern India still battles dowry death and female infanticides. പിന്നെ സിമ്പിൾ ലിവിങ് ആണ്. ഫ്രം വേദിക് കമ്മ്യൂണൽ യജ്ഞ ടു ഷോവി വെഡ്ഡിങ് സ്പിരിച്വാലിറ്റി റിപ്ലേസ്ഡ് ബൈ മെറ്റീരിയലിസം. കുറച്ചും കൂടെ ഒക്കെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് നമ്മുടെ ആ ഒരു സൊസൈറ്റി വന്നിട്ടുണ്ട്. ദെൻ കൺക്ലൂഷനിൽ നമ്മൾ നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ പറയണം. ഐ എഗ്രി വൈൽ മെനി Vedic tradition have faded, elements like yoga, karma, philosophy, Sanskrit mantras still endure, demonstrating India's cultural continuity amid modern changes. While modernization has diluted some aspect, Vedic tradition remains deeply embedded in India's social, religious and cultural fabrics. The endurance of ritual philosophies and social structures highlights the continuity of ancient heritage in contemporary life. എന്താണ്, മോഡേണൈസേഷൻ ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കൾച്ചറൽ ഫാബ്രിക്കിൻ്റെ ബേസ് ഇപ്പോഴും ആ ഒരു പഴയതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ആണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.